Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഇന്ന് നടക്കുന്ന ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ 50ഓളം മാർക്കിനുള്ള ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് പ്രഡിക്ഷൻ ആയിട്ടാണ് MS സൊല്യൂഷൻ വന്നിരിക്കുന്നത്. MS പ്രഡിക്ഷൻ എന്ന വാക്ക് തന്നെ കേരളത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയിരിക്കുന്ന ചാനലിലേക്കാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണാൻ വേണ്ടി വന്നത്. ഓക്കെ അല്ലേ? സോ കംപ്ലീറ്റ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും MS പ്രഡിക്റ്റ് ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളും തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട SSLC ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തോ പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ചാനലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്തോ പ്രശ്നമുണ്ടോ? അതുമില്ല. ഒന്നും കൂടി നിങ്ങൾക്ക് എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഈ പ്രഡിക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എപ്പോഴെന്നറിയോ? സ്കൂളിൽ പോയി എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് അടിക്കണം. എന്ത്? MS സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ് പരീക്ഷാ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇതെന്ത് സംഭവിച്ചു? ഇതുപോലെ ഓണം എക്സാമിലെ മാത്സ് പരീക്ഷയും ഇതുപോലെ തന്നെ 7:15 സമയം നോട്ട് ചെയ്ത് വെക്കുക. രാത്രി 7:15 MS സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മാത്സിൻ്റെ ഓണം എക്സാമിൻ്റെ ചോദ്യങ്ങളും 29 പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണമെന്നൊക്കെ പറഞ്ഞു തരും. ഡോണ്ട് വെറി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. സോ MS സൊല്യൂഷൻസിൻ്റെ പ്രഡിക്ഷൻ മനക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല കുട്ടികളും ഇന്നലത്തെ ലൈവോടുകൂടി മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, സാറേ എനിക്ക് നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വർഷം കംപ്ലീറ്റ് പ്രഡിക്ഷൻസ് മാത്രമല്ല എനിക്ക് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ MSൻ്റെ പ്രഡിക്ഷൻ വീഡിയോസുകൾ ആപ്പിൽ കാണണമെങ്കിൽ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടിയോട് ചോദിച്ചാൽ മതി. അവർക്ക് ഇന്നലെ 7 മണിക്ക് തന്നെ ഈ വീഡിയോസുകളെല്ലാം കിട്ടിയിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ MSൻ്റെ കൂടെ ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കുക. MS സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബെൻടൺ ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ഏത് ബാച്ചിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിൽ ജോയിൻ ചെയ്യാം. ബെൻടൺ ആണെങ്കിൽ 2500 രൂപ മാത്രമേ ഉള്ളൂ. എടാ, ഒരു വർഷത്തേക്ക്, ഒരൊറ്റ വർഷത്തേക്ക് 2500 രൂപ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂട്ടൺ ആണെങ്കിൽ 3500 രൂപയാണെന്നും മനസ്സിലാക്കുക. എന്താ മാറ്റം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇതാ നമ്പറുകൾ 3 നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 62, 82, 66. ഈ 3 നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിൽ ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും എന്താണ് ബെൻടൺ ബാച്ച്, എന്താണ് ന്യൂട്ടൺ ബാച്ച് എന്നുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ന്യൂട്ടൺ ബാച്ചാണ്. പൈസ കൂടിയത് കൊണ്ടല്ല. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് ഫുൾ മാർക്ക് ഉറപ്പിച്ചോ മക്കളെ, ഫുൾ മാർക്ക് ഉറപ്പാണ്. ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്താൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ഓർ ഫുൾ മാർക്ക് ഉറപ്പിച്ചോ, 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തോളാൻ വേണ്ടിട്ടോ. ഓക്കെ, ഇനി അതല്ല സാർ എനിക്ക് ഈ ഓണപ്പരീക്ഷയ്ക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി, എനിക്ക് ഈ ഓണത്തിന് മാത്രം ആപ്പ് കണ്ടാൽ മതി എന്നാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഓണപ്പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരത്തെ പഠിക്കാം. MSനൊപ്പം 500 രൂപ മാത്രമേ ഉള്ളൂ. ഇനി അതല്ല സാർ എനിക്ക് ഓണത്തിൻ്റെ പ്രഡിക്ഷൻ മാത്രം പോരാ, എനിക്ക് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തു പഠിക്കണം, എനിക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ വേണമെങ്കിൽ ഇതാ MS സൊല്യൂഷൻസിൻ്റെ ഈ 2 ബുക്ക് മാത്രം പഠിച്ചാൽ മതി. 5 സയൻസ് വിഷയങ്ങളിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. SSLC ഷുവർ A+ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, SS പക്ക ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്കും കൂടിയുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കും കൂടിയുണ്ട്. വെറും 850 രൂപ മാത്രമാണ്. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ, ബെൻടണിലോ ന്യൂട്ടണിലോ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ 600 രൂപ മാത്രമേ ഈ പുസ്തകങ്ങൾക്കുള്ളൂ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കട്ടോ. പരസ്യമൊക്കെ കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഇനി നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക്. MS പ്രഡിക്ഷൻ. യെസ്,
എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, SSLC ഓണം എക്സാം 2024 SSLC ഓണം എക്സാം 2024 ഉറപ്പിച്ചോ മക്കളെ. ഈ ക്വസ്റ്റ്യൻ നരേഷൻ ചോദിച്ചിരിക്കും. അഡ്വഞ്ചേഴ്സിനെ ബനിയൻ ട്രീയിൽ നിന്ന് നരേഷൻ ചോദിച്ചിരിക്കും. നരേഷൻ ചോദിച്ചിരിക്കും. SSLC ഓണം എക്സാം 2024 നരേഷൻ ചോദിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. നരേഷൻ വരുന്നത് അഡ്വഞ്ചേഴ്സിൽ നിന്നാണെങ്കിൽ റൈറ്റ് വരുന്നത് സ്നേക്ക് ആൻഡ് മിററിൽ നിന്നായിരിക്കും. ഇതാണ് MS-ന്റെ പ്രഡിക്ഷൻ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ രണ്ട് പഠിച്ചു വെക്കുക. ചിലപ്പം വേണമെങ്കിൽ നരേഷൻ സ്നേക്ക് ആൻഡ് മിററും റൈറ്റ് അപ്പ് അഡ്വഞ്ചേഴ്സും ചോദിച്ചേക്കാം. പക്ഷെ MS പ്രഡിക്റ്റ് ചെയ്യുന്നത് നരേഷൻ ആണ്, അഡ്വഞ്ചേഴ്സിന് ചോദിക്കുക, റൈറ്റ് അപ്പ് ചോദിക്കുന്നത് സ്നേക്ക് ആൻഡ് മിറർ ആയിരിക്കും എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, സെറ്റ് അല്ലേ? യെസ്. അടുത്തത് അപ്രീസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കോംപ്രഷൻ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്രീസിയേഷൻ വരുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? രണ്ട് പോയമാണ് നിങ്ങൾക്കുള്ളത്. ഒന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഉണ്ട്, പിന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡോ ഉണ്ട്. രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് പേടിക്കണ്ട. MS സൊല്യൂഷൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. ഈ വരുന്ന SSLC ഓണം എക്സാം 2024 അപ്രീസിയേഷൻ ചോദിക്കുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ നിന്നായിരിക്കും. അപ്രീസിയേഷൻ ചോദിക്കുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. അറിയൊക്കെ ബേബി? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ സാർ. യെസ്. ഈ വന്നിരിക്കുന്ന SSLC 2024 ഓണം എക്സാമിൽ ഉറപ്പിച്ചോളി മക്കളെ, പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കുന്നത്, കോംപ്രഹെൻസീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കുന്നത് അത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ നിന്ന് തന്നെയായിരിക്കും, അല്ലാതെ ബ്ലോവിൻ ഇൻ ദ വിൻഡിൽ നിന്നായിരിക്കണമെന്നില്ല. MS പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. നിങ്ങൾ പഠിക്കുന്നുണ്ടാവില്ലോ അല്ലേ? യെസ്. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഏതാ സാറേ ചോദിക്കുക? ഹോമിയോപാത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണോ, അല്ലെങ്കിൽ പ്രൊജക്ട് ടൈഗറിൽ നിന്ന് നമ്മുടെ റിംഗ് മാസ്റ്റർ ആണോ? റിംഗ് മാസ്റ്റർ ആരാ? നമ്മുടെ തൊറാറ്റ്. അതെന്തായാലും അതാണോ? കൺഗ്രാജുലേഷൻസ്. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞ +1 സ്റ്റുഡൻ്റ് ആണ്. പൊട്ടിയിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം. തൊറാറ്റിനെ കുറിച്ചാണോ? യെസ്. സ്നേക്ക് ആൻഡ് മിററിൽ നിന്നാണോ, അല്ലെങ്കിൽ പ്രൊജക്ടർ ഹോമിയോപാത്താണോ, അല്ലെ പ്രൊജക്ടറിലെ നമ്മുടെ തൊറാറ്റിനെ സംബന്ധിച്ചാണോ ചോദിക്കുക എന്ന് ചോദിക്കുന്ന കുട്ടികളോട് ഇതാ ശ്രദ്ധിച്ച്. SSLC 2024 ഓണം എക്സാമിന് MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് അത് നമ്മുടെ റിംഗ് മാസ്റ്റർ പ്രൊജക്ട് ടൈഗറിനെ കുറിച്ചായിരിക്കും. ആരെ കുറിച്ചായിരിക്കടാ? പ്രൊജക്ട് ടൈഗറിൽ റിംഗ് മാസ്റ്റർ ടൈഗർ അല്ല, പ്രൊജക്ട് ടൈഗറിലെ റിംഗ് മാസ്റ്ററിനെ കുറിച്ചായിരിക്കും. ഓക്കെ, ഒന്നും കൂടി ഡയലോഗ് പറയാം. യെസ്. SSLC 2024 ഓണം എക്സാമിൽ MS സൊല്യൂഷൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നു ക്യാരക്ടർ സ്കെച്ച് വരുന്നത് അത് പ്രോജക്ട് ടൈഗറിൽ നിന്നുള്ള റിംഗ് മാസ്റ്ററിനെ കുറിച്ചായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നോക്കടാ. അടുത്തേതാ? റിവ്യൂ ചോദിക്കുന്നത് ഏതിൽ നിന്നായിരിക്കും? 3 ചാപ്റ്റർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് ആൻഡ് മിറർ ഉണ്ട്, പ്രൊജക്ട് ടൈഗർ ഉണ്ട്, മൈ സിസ്റ്റേഴ്സ് ഷൂ ഉണ്ട്. ഏതാ ചോദിക്കുക? ഏതിലും സാധ്യതകളുണ്ട്. നിങ്ങൾ 3ഉം പഠിക്കണം. പക്ഷെ MS-ന്റെ പ്രഡിക്ഷൻ വേണ്ടേ? യെസ്. 2024 ഓണം എക്സാമിൽ ഉറപ്പിച്ചോളി മക്കളെ. 2024 ഓണം എക്സാമിൽ MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു റിവ്യൂ ചോദിക്കുന്നത് അത് മൈ സിസ്റ്റേഴ്സ് ഷൂയിൽ നിന്നായിരിക്കും. ഏതിൽ നിന്നായിരിക്കും? മൈ സിസ്റ്റേഴ്സ് ഷൂയിൽ നിന്നായിരിക്കും. ഓക്കെ, ഇതൊക്കെ പ്രഡിക്ഷൻ മാത്രമാണ്. ഓക്കെ, എന്താണ് പ്രഡിക്ഷൻ? യെസ്. അടുത്തത് ഡയറി ഉണ്ട്, ലെറ്റർ ഉണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഞാനിതിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഡയറിയാ. ഓക്കെ, 2024 ഓണം എക്സാമിൽ SSLC ഓണം എക്സാമിൽ 2024 SSLC ഓണം എക്സാമിൽ ഡയറി ചോദിക്കുന്നത് ഏത് ചോദ്യമായിരിക്കും? നോക്കിക്കേ, ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും? അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ ആണോ, സിസ്റ്റേഴ്സിൻ്റെ ഷൂവിൽ നിന്നാണോ, പ്രൊജക്ട് ടൈഗറിൽ നിന്നാണോ? ഏതിൽ നിന്നാണ് ഡയറി ചോദിക്കുക എന്ന് സംശയമുള്ള കുട്ടികളുണ്ടാകും. നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് നോക്ക്, ഏതിൽ നിന്നായിരിക്കും ഡയറി ചോദിക്കുക എന്നുള്ളത്. യെസ്. ഒരുപാട് ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ MS സൊല്യൂഷൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നു 2024 ഓണം എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഡയറി എന്ന് പറയുന്നത് അത് സിസ്റ്റേഴ്സ് ഷൂവിൽ നിന്നായിരിക്കും. അത്
സിസ്റ്റേഴ്സിൻ്റെ ഷോയിൽ നിന്നായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലേ? പിന്നെ ലെറ്റർ ഉണ്ട്. അപ്പോൾ ഡയറി സിസ്റ്റേഴ്സ് ഷോയിൽ നിന്നായതുകൊണ്ട് ലെറ്റർ മേ ബി അത് ചോദിക്കുന്നുണ്ടാവുക, ലെറ്റർ ചോദിക്കുന്നുണ്ടാവുക. മാംഗൂസിൻ്റെ ഫൈറ്റ് സീൻ ഉണ്ട്, പ്രോജക്റ്റ് ടൈഗറിൽ ടൈഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ലെറ്റർ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ മാംഗൂസിൻ്റെ ഫൈറ്റ് സീനുമായി ബന്ധപ്പെട്ടതായിരിക്കും ലെറ്റർ വരുന്നുണ്ടാവുക. സോ MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ലെറ്റർ വരുന്നുണ്ടാവുക അഡ്വഞ്ചേഴ്സിനെ ബനിയൻട്രിയിൽ നിന്നും, ഡയറി വരുന്നുണ്ടാവുക സിസ്റ്റേഴ്സ് ഷോയിൽ നിന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വേർഡ്സുകൾ അല്ലെങ്കിൽ ചിലതരം വാക്കുകളൊക്കെ നേരത്തെ പഠിച്ചു വെക്കാൻ പറ്റും. ഒരു സിസ്റ്റം, ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണ് സാർ. അടുത്തതാര? ന്യൂസ് റിപ്പോർട്ട്. ന്യൂസ് റിപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ന്യൂസ് റിപ്പോർട്ട് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി അഥവാ ന്യൂസ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അഡ്വഞ്ചേഴ്സിന് ബനിയൻ ട്രീ ഉണ്ട്, പ്രോജക്റ്റ് ടൈഗർ ഉണ്ട്. രണ്ടും നല്ല കാര്യങ്ങളാണ്. ഒന്ന് ടൈഗറിൻ്റെ സീനുണ്ട്, അതുപോലെ മാംഗൂസിൻ്റെ ഫൈറ്റ് സീനുണ്ട്, കോബ്ര മാംഗൂസിൻ്റെ ഫൈറ്റ് സീനുണ്ട്. അപ്പം ന്യൂസ് റിപ്പോർട്ട് വരാൻ സാധ്യതയുള്ളത് ഒരുപാട് പേപ്പറുകളുണ്ട്. ഞാനിപ്പോൾ നേരത്തെ 2019-ലും 2022-ലും 2023-ലും നടന്ന ഓണം എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കി, മോഡൽ എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയും ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കി. എല്ലാത്തിൽ നിന്നും MS സൊല്യൂഷന് മനസ്സിലായ ഒരു കാര്യം ഇത്രയുള്ളൂ. SSLC 2000 തെറ്റിപ്പോയോ? ഇല്ല. ഈ വരുന്ന SSLC 2024 ഓണം എക്സാമിൽ ഉറപ്പിച്ചോളി മക്കളെ, ഓണം എക്സാമിൽ ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വഞ്ചേഴ്സിനെ ബനിയൻ ട്രീ എന്ന് പറയുന്ന സീനിൽ നിന്നായിരിക്കും, ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങളാണ് MS സൊല്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് പോയാൽ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുമാത്രമോ, നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കാണുമ്പോൾ MS-ൻ്റെ സ്മൈല് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഈ സ്മൈലല്ല, ഏത് സ്മൈലാ? MS-ൻ്റെ ഒരു എമോജി ഉണ്ട്, കണ്ണട വെച്ചൊരു എമോജി ഉണ്ട്. ഓക്കെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ചാനലിലേക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും വരണം. ഈ വീഡിയോ ലൈക്ക് അടിക്കണം. ഈ വീഡിയോ മിനിമം ഒരു 2 ആൾക്കാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നേ പറ്റുള്ളൂ. MS-ൻ്റെ പ്രഡിക്ഷൻ മനയിൽ പറയുന്നതെല്ലാം പ്രവചനങ്ങൾ മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഇതെങ്കിലും പഠിച്ചിട്ട് ചെല്ലുക, എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നതൊക്കെ പല ഭാഗങ്ങളിൽ നിന്നാണ്. സോ ഇതെല്ലാം കൂടി നിങ്ങൾ പഠിച്ചിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതേ ചോദ്യങ്ങൾ കണ്ടാൽ അതുപോലെ എഴുതാൻ പറ്റും. അതുപോലെ ഈ ചോദ്യങ്ങളിൽ നിന്ന് മറ്റും ലെറ്ററിന് പകരം ഡയറി ചോദിച്ചാൽ, ഡയറിക്ക് പകരം ലെറ്റർ ചോദിച്ചാലും ആ എഴുതേണ്ട കണ്ടന്റുകൾ സെയിം ആണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇനി ഒറ്റ കാര്യം കൂടിയുള്ളൂ. SSLC ഓണം എക്സാം അടുത്ത പരീക്ഷ ഏതാ? മാത്സ് പരീക്ഷ. എന്താ ചെയ്യുക? നേരെ വന്നാൽ മതി. രാത്രി 7:15 അവിടെ വെച്ച് കാണാം. ഓക്കെ അല്ലേ? സോ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ കാണട്ടോ. ട്രിഗണോമെട്രി ഉണ്ടോ അല്ലേ എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും. MS പ്രഡിക്റ്റ് ചെയ്യട്ടെ. ഇതിൽ തന്നെ MS സൊല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഓണപ്പരീക്ഷ മാത്സ് പേപ്പറിൽ ട്രിഗണോമെട്രി വരാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പിച്ചോളി. സാർ ഒന്നും മനസ്സിലായില്ല, ട്രിഗണോമെട്രി ചോദിക്കാൻ ചാൻസ് ഉണ്ടോ സാർ? പലയിടത്തും പറയുന്നു ഉണ്ട്, പലയിടത്തും പറയുന്നു ഇല്ല. MS പ്രഡിക്റ്റ് ചെയ്യുന്നു ട്രിഗണോമെട്രി മാത്സ് പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും സാർ. അതുപോലെ ഇനിയും പറയൂ സാർ. രാത്രി 7:15 ചൊവ്വാഴ്ച രാത്രി 7:15 MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്നാൽ മതി. അവിടെ ഉണ്ടാവും ഞാൻ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.